ഒരു റിയൽ ട്രൂ സ്റ്റോറി ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ആൽബം. നമുക്കെല്ലാവർക്കും അറിയാം, വിശപ്പ് താങ്ങാനാകാതെ ഭക്ഷണം മോഷ്ടിച്ച പേരിൽ എല്ലാവരും കൂടെ ഉപദ്രവിച്ച മധു എന്ന ആ ഒരു മനുഷ്യൻ്റെ സ്റ്റോറി ബേസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ആൽബമാണിത്. നിശാഗന്ധി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ പശി എന്ന പേരിൽ മനോരമ മ്യൂസിക് യൂട്യൂബ് ചാനലിലൂടെ റിലീസാവുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സംഗീത സംവിധായകനും ഗായകനുമായ ശരത്താണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. വളരെ സോൾഫുള്ളായിട്ട് പാടിയിട്ടുണ്ട് ശരത്ത്. ഈ ഗാനത്തിൻ്റെ മനോഹരമായ വരികൾ രചിച്ചിരിക്കുന്നത് അഭീഷ സുരഭിയാണ്. സംഗീതം നൽകിയിരിക്കുന്നത് രഞ്ജൻ രഘു. ഈ പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കീബോർഡ് പ്ലെയർ അനൂപ് കോവളമാണ്. വളരെ നല്ലൊരു ഗാനമാണ്. ഇപ്പോൾ ഈ ഗാനത്തിന് എൻ്റെ എല്ലാ ആശംസകളും. ഈ ആൽബം എല്ലാവരിലും എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിശാഗന്ധി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നിർമ്മിച്ച മ്യൂസിക് ആൽബം പശി മനോരമ മ്യൂസിക് യൂട്യൂബ് ചാനലിലൂടെ റിലീസാവുകയാണ്. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശരത്തേട്ടനാണ്. ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് അഭിഷ സുരഭിയും ഇതിൻ്റെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത് രജൻ രഘുവും ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ അനൂപ് കോളവുമാണ്. നിങ്ങളെല്ലാവരും ഈ സോങ് കേൾക്കണം, പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഞാൻ ആക്ടർ വിനീത്. എൻ്റെ പ്രിയ സുഹൃത്തും സംഗീതജ്ഞനുമായ ശ്രീ അനൂപ് കോവളം, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ വളരെ ടാലന്റഡായ കലാകാരന്മാർ ചേർന്ന് നിർമ്മിച്ച പശി വിശപ്പിന്റെ വിളി എന്ന ഒരു മ്യൂസിക് ആൽബം പുറത്തിറങ്ങാൻ പോവുകയാണ്. നമ്മുടെ ആദരണീയനായ സംഗീത സംവിധായകൻ ശ്രീ ശരത്താണ് ഇതിന്റെ ആലാപനം നടത്തിയിരിക്കുന്നത്. പുതിയ സംഗീത സംവിധായകനെ രജൻ രഘു അതിന് സംഗീതം നൽകി വളരെ മനോഹരമായി ചിത്രീകരിച്ച ഒരു മ്യൂസിക് ആൽബം. കേരള മനസാക്ഷിയെ ഒന്നാകെ ഞെട്ടിച്ച അട്ടപ്പാടി മധു പദത്തെ ആസ്പദമാക്കിയുള്ള ഈ സംഭവം നമ്മളെ ചിന്തിപ്പിക്കുകയും വീണ്ടും ആ ഒരു സങ്കടപ്പെട്ട ഒരു അനുഭവത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സമൂഹം എന്ന നിലയിൽ ഇത്തരം ദുഷ്ടസംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഒന്നായി പ്രാർത്ഥിക്കാം. ഈ ആൽബത്തിലൂടെ മധുവും സർവേശ്വരനുമായിട്ടുള്ള ഒരു ബന്ധം വളരെ മനോഹരമായിട്ടാണ്, വളരെ ഹൃദയസ്പർശിയായ വരികളിലൂടെ ഇതിന്റെ സംവിധായകരും കലാകാരന്മാരും കൂടി ചേർന്ന് അവതരിപ്പിച്ചിരിക്കുന്നു. എല്ലാത്തിനും ഉപരി നമ്മുടെ പ്രിയപ്പെട്ട ശരത്തേട്ടന്റെ ആ മാന്ത്രികമായ ശബ്ദം, വളരെ ഹൃദയസ്പർശിയായ ആ ഗാനം നമ്മളിലേക്ക് എത്തുന്നു. തീർച്ചയായിട്ടും ഒരു സമൂഹം എന്ന നിലയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയും സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ ആൽബത്തിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശ്രീ അനൂപിനും എല്ലാ കലാകാരന്മാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ. ഞാൻ ഈ അടുത്ത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠതുല്യനും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സംഗീത സംവിധായകനുമായ ശരത്തേട്ടൻ ആലപിച്ച ഒരു ഗാനം ഞാൻ കേട്ടു. പശി വിശപ്പിൻ്റെ വിളി എന്ന് പേരിട്ടിട്ടുള്ള ഒരു ആൽബമാണത്. ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ബലിയാടായ മധു എന്ന യുവാവിനെ പറ്റിയുള്ളൊരു ഗാനമാണത്. ഇത് എഴുതിയിരിക്കുന്നത് അഭീഷ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. വളരെ മനോഹരമായിരിക്കുന്നു വരികൾ. അതുപോലെ തന്നെ ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് രജനാണ്. എനിക്ക് ഇതിൻ്റെ വരികളും ഇതിൻ്റെ സംഗീതവും അതുപോലെ തന്നെ ശരത്തേട്ടൻ ആലപിച്ചതിനെ പറ്റി ഒന്നും പറയാനില്ല. അത്രയ്ക്ക് മനോഹരമായിട്ട് ശരത്തേട്ടൻ അത് പാടിയിട്ടുണ്ട്. വളരെ വളരെ നമ്മൾക്ക് ഉള്ളിൽ വിങ്ങലുണ്ടാക്കുന്ന രീതിയിലാണ് ശരത്തേട്ടൻ്റെ ആലാപനം. എല്ലാം കൊണ്ടും അതിൻ്റെ വിഷ്വൽസും എല്ലാം വളരെ വളരെ മനോഹരമായിട്ടുണ്ട്. എനിക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും അതുപോലെ ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട ശരത്ത് പാടിയ ഒരു പാട്ട് ഞാൻ കേട്ടു. അത് വിശപ്പിൻ്റെ സംഗീതമാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മോഷണക്കുറ്റം ആരോപിച്ച് ഇന്ന്
കൊല ചെയ്യപ്പെട്ടു പോയ മധുവിൻ്റെ നിലവിളിയുടെ ഒരു ഗാനമാണത്, പശി. ഈ ആൽബം ശരത്ത് പാടിയതാണ്. ശരത്തിൻ്റെ സംഗീതവും ശരത്തിൻ്റെ ശബ്ദവും രണ്ടും എന്നും എന്നെ ആകർഷിച്ചിട്ടുള്ള കാര്യമാണ്. ഹൃദയത്തിൽ നിന്ന് വരുന്ന സംഗീതമാണ് ശരത്തിൻ്റേത്. വിശപ്പ് പശിയിൽ ഈ പാടിയ പാട്ട്, അത് തീർച്ചയായിട്ടും ഒരു മനസ്സ് എത്രത്തോളം സ്നേഹത്തോടെയും കരുതലോടെയും കരുണയോടും കൂടിയാണ് നമ്മുടെ ചെവിയിലേക്കും ഹൃദയത്തിലേക്കും മനസ്സിലേക്കും എത്തുന്നത് എന്ന് ഈ ശബ്ദം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ശരത്തിൻ്റെ ഈ ഗാനം നിങ്ങൾ കേൾക്കണം. പശി എന്ന ആൽബം ചെയ്തിട്ടുള്ള, ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള സകല മനുഷ്യരും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയുന്നു, ഇത് ഹൃദയത്തിൻ്റെ സംഗീതമാണ്, ജീവൻ്റെ സംഗീതമാണ്, മനസ്സിൻ്റെ സംഗീതമാണ്. ഇത് നമ്മുടെ പാട്ടാണ്. ഈ പാട്ട് രചിച്ചവർക്കും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കും ഈ ആൽബം ചെയ്തവർക്കും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. எனக்கு மட்டும் ஒன்று மட்டும் தெளிவாக தெரியும். If you want something, the whole universe will conspire to achieve it அப்படிம்பாங்க. உங்களுக்கு வேணும்னா அது யூனிவர்ஸ் எப்படியாவது கொண்டு வந்து எந்த வகையிலாவது கொண்டு வந்து உங்ககிட்ட கொடுத்துரும். ஆனால்